ഹായ് ഹലോ എല്ലാവർക്കും എഡ്യൂപോർട്ടിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മുടെ എക്സാം ഒക്കെ നല്ല മുൻമുനയിൽ നിൽക്കുവാണ്. നമുക്ക് ബിസിനസ് സ്റ്റഡീസ് പഠിക്കാൻ 2 ദിവസമേ ഉള്ളൂ. നമ്മൾ അതിൽ പഠിച്ച് കഴിഞ്ഞതാണ് അല്ലേ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? കുറച്ച് റിവിഷൻ ഒക്കെ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് ബിൽഡിങ്ങിന്റെ സമയമാണ് നമുക്കിപ്പോൾ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എസ്സേ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ആൻസർ ചെയ്യാം, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഏതായിരിക്കും ചോദിക്കുക എന്നൊക്കെയുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏകദേശം 11 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. സോ ദർ ഇസ് എ ഹ്യൂജ് പോസിബിലിറ്റി ടു ആസ്ക് എ എസ്സേ ക്വസ്റ്റ്യൻ അല്ലെ. എസ്സേ ക്വസ്റ്റ്യൻ അതിൽ വരാനുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, നമുക്ക് തോന്നുന്നു എന്താണ് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കിക്കൽ തിയറി. മോട്ടിവേഷനിൽ നമുക്ക് 2 ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കിക്കൽ തിയറി പഠിക്കാനുണ്ട്, ഇൻസെന്റീവ്സിൽ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒന്ന് പെട്ടെന്ന് പഠിച്ചു പോകാം. അതേപോലെ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ സൂപ്പർവിഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, മോട്ടിവേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, ലീഡർഷിപ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഏറ്റവും അവസാനം നമുക്ക് ആരെ കുറിച്ച് പഠിക്കാനുണ്ട്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മോട്ടിവേഷൻ ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കൂടെ സൂപ്പർവിഷനും കൂടി പറയുന്നതാണ്. നമുക്ക് പെട്ടെന്ന് എന്തിലേക്ക് പോകാം, മോട്ടിവേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മാസ്ലോയുടെ നീഡ് ഹൈറാർക്കിക്കൽ തിയറിനെ കുറിച്ച് പറയാം അല്ലേ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഇതാണ് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കിക്കൽ തിയറി എന്ന് ഞാൻ പറയൂ കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് അറിയുന്ന, നമുക്കൊന്ന് മനസ്സ് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന 5 നീഡ്സ് ആണ് ഹ്യൂമൻസിനുള്ളതെന്നാണ് ആര് പറഞ്ഞത്, മാസ്ലോ പറഞ്ഞിട്ടുള്ളത്. ആ 5 നീഡ്സ് ഏതൊക്കെയാണെന്ന് എഴുതിയാൽ എത്ര മാർക്ക് മക്കളെ നമുക്ക് കിട്ടുന്നത്? 5 മാർക്ക് നമ്മുടെ പോക്കറ്റിലിരിക്കും അല്ലേ. അങ്ങനെയുള്ളൊരു 5 മാർക്ക് 8 മാർക്ക് നമ്മുടെ പോക്കറ്റിലിരിക്കുന്നു. ആ 8 മാർക്ക് വെറുതെ കളയണോ? വേണ്ടല്ലേ. ഏറ്റവും എളുപ്പത്തിൽ ഞാൻ എന്ത് ചെയ്യും, ഈ 5 നീഡ്സ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇതിൽ ഒരു ചോദ്യം കണ്ടിട്ടുള്ളത് മാസ്ലോ നീഡ് ഹൈറാർക്കിക്കൽ തിയറി ഓഫ് മോട്ടിവേഷൻ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, 8 മാർക്കിന് ചോദ്യങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ അതിൽ 8 മാർക്ക് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ എന്ത് പറയും, വിത്ത് എ ഡയഗ്രാം എന്നും കൂടി പറയുന്നു. എന്താ ഇപ്പോൾ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ, വലിയ എന്തോ ഡയഗ്രാം വരയ്ക്കാനുണ്ടോ? ഒന്നുമില്ല അല്ലേ. സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, ആ ട്രയാങ്കിളിനെ 5 പാർട്സ് ആക്കുന്നു, 5ലും ഓരോ നീഡ്സ് എഴുതുന്നു, കഴിഞ്ഞു, ഡയഗ്രാം സെറ്റ്. പിന്നെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ എഴുതുന്നു. എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ഓരോന്നിനും കുറച്ച് കണ്ടൻസ് ഉണ്ട്, അത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയാൽ നമുക്ക് എത്ര മാർക്കാണ് മക്കളെ? 8 മാർക്ക് നമ്മുടെ പോക്കറ്റിലിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ നീഡാണ് മാസ്ലോ പറയുന്നത്, നമ്മുടെ ഏറ്റവും ആദ്യത്തെ നീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡാണെന്നാണ് പറയുന്നത്. എന്താണ് ഫിസിയോളജിക്കൽ നീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിസിയോളജിക്കൽ നീഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ശാരീരികമായ അടിസ്ഥാന ആവശ്യങ്ങൾ. അടിസ്ഥാനമായിട്ട് ഒരു ഹ്യൂമണിന് ഏറ്റവും ആദ്യം വേണ്ടത് കുറച്ച് ഭക്ഷണമാണ്, ഉടുക്കാൻ വസ്ത്രമാണ്, താമസിക്കാൻ ഒരു വീടാണ്. ഈ 3 നീഡ്സിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ് അല്ലെങ്കിൽ ബേസിക് ഹ്യൂമൻ നീഡ്സ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, ഫസ്റ്റ് സാധനം സെറ്റുമായി. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഭക്ഷണം, ഉടുക്കാൻ ഡ്രസ്സ്, നിൽക്കാൻ വീട് എന്നുള്ള ഷെൽട്ടർ എന്ന് പറയുന്ന 3 പോയിന്റ്സ് എഴുതിയാൽ നമുക്ക് എന്താ അതിൻ്റെ എക്സ്പ്ലനേഷനായി. പിന്നെ നമുക്കിത് 3 നീഡ് സാറ്റിസ്ഫൈ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രണ്ടാമതായിട്ട് പോകുന്നത് ഏത് നീഡിലേക്കാണ്? സേഫ്റ്റി നീഡിലേക്കാണ്. സംരക്ഷണം, സുരക്ഷ ആവശ്യങ്ങൾ എന്ന് പറയുന്നതാണ് അല്ലേ. എന്താണ് സേഫ്റ്റി നീഡ് അല്ലെങ്കിൽ എന്താണ് സെക്യൂരിറ്റി നീഡ് എന്ന് ചോദിച്ചാൽ, നമുക്കിതെല്ലാമായി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പണം കുറച്ച് സേവ് ചെയ്യാൻ നോക്കുന്നു, നമ്മൾ ജോബിൽ സെക്യൂരിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നു, അതേപോലെ തന്നെ റിസോഴ്സസ്, പേഴ്സണൽ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ലൈഫിനൊന്നുകൂടി സെക്യൂർ ആക്കാൻ നോക്കുന്നതിനാണ് നമ്മൾ രണ്ടാമത്തെ നീഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ബേസിക് നീഡിനായിട്ടുള്ള നമുക്ക് ഭക്ഷണവും വീടും ഉടുക്കാൻ ഡ്രസ്സൊക്കെ ആയി നമ്മൾ എങ്ങോട്ട് പോകുന്നു, കുറച്ച് സേവിങ്സ് ഒക്കെ വേണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തോട്ട് പോകുന്നു. ഒരു നല്ല ജോലി വേണം, ജോലിയിൽ സ്ഥിരമായിട്ടുള്ള ഒരു ജോബ് സെക്യൂരിറ്റി വേണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് സെക്യൂരിറ്റി നീഡ് അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്. ഈ 2 നീഡും കംപ്ലീറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതായിട്ട് അയക്ക് വരുന്ന ഒരു നീഡാണ് സോഷ്യൽ നീഡ്, സാമൂഹിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഹി വിൽ തിങ്ക് അബൌട്ട് എന്ത് വേണം, ഒരു ഫാമിലി വേണം, എനിക്കൊരു കുടുംബം വേണം, എന്നെയൊക്കെ എന്ത് ചെയ്യണം, കുറച്ച് നോക്കാൻ ഒരാൾ വേണം എന്നൊക്കെ രീതിയിൽ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നതിനെയാണ് നമ്മൾ മൂന്നാമത്തെ നീഡ് എന്ന് പറയുന്നത്. അതാണ് സോഷ്യൽ നീഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ഹ്യൂമൻ നീഡ്സിനായിട്ട് പറയുകയാണ്. ആൾക്ക് ആദ്യം എന്താണ് വേണ്ടത്? ഭക്ഷണവും വീടും ഉടുക്കാൻ വസ്ത്രവുമാണ്. ശേഷം അയാൾ ജോബ് സെക്യൂരിറ്റിയും കാര്യങ്ങളും സേവിങ്സും അതേപോലെ തന്നെ റിട്ടയർമെൻറ്റിലേക്കുള്ള കാര്യങ്ങൾ നോക്കുന്നു. ശേഷം എന്താണ് നോക്കുന്നത്? ഒരു ഫാമിലി ലൈഫിലേക്കാണ്, ഒരു സോഷ്യൽ ലൈഫിലേക്കാണ് നോക്കുന്നത്. അതാണ് മൂന്നാമത്തെ നീഡ് എന്ന് പറയുന്നത്, സാമൂഹിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതും കൂടി നേടിക്കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം എസ്റ്റീം നീഡിലേക്ക് അയാൾ കടക്കുന്നു. എന്താണ് എസ്റ്റീം നീഡ് എന്ന് പറഞ്ഞാൽ? ഒരു കൈൻഡ് ഓഫ് നീഡ് എന്നാണ് പറയുന്നത്. നമുക്ക് എന്താണ്, നാട്ടിൽ നമുക്ക് കുറച്ച് വില വേണം, സൊസൈറ്റിയിൽ ഞങ്ങളെ കുറച്ചുകൂടി അംഗീകരിക്കണം എന്ന രീതിയിലേക്ക് നമ്മുടെ തോട്ട് പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആത്മാഭിമാന ആവശ്യങ്ങൾ. എനിക്ക് കുറച്ച് അഭിമാനമുണ്ട്, എനിക്ക് കുറച്ച് സ്റ്റാറ്റസ് വേണം, എനിക്ക് സമൂഹത്തിൽ ഇന്നിന് വില വേണം എന്ന് വിചാരിക്കുന്ന നീഡിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് എന്ത് പറയുന്നത്, നമ്മൾ എസ്റ്റീം നീഡ് എന്ന് പറയുന്നത് അല്ലേ.
ഫ്രീഡം, റെക്കഗ്നിഷൻ, സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിന് എന്തെന്ന് വിളിക്കുന്നു, എസ്റ്റീം നേടുന്നു അല്ലേ. എന്ത് എളുപ്പം മക്കൾ, ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ നമ്മൾ നാട്ടിൽ കാണുന്നുണ്ടാവും അല്ലേ ചില രീതിയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു നീഡിലെത്തുന്നുണ്ട് മക്കളെ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നു കേട്ടോ. എന്താ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞാൽ? ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നു. നമ്മളെല്ലാം നേടി, ഇനി എനിക്കൊന്നും നേടാനില്ല, ഐ ആം കംപ്ലീറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷനാണ് എന്തെന്ന് പറയുന്നത്, ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സെൽഫ് ആക്ച്വലൈസേഷൻ ആയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, മറ്റൊരു മോട്ടിവേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് അവിടെ വെച്ച് എന്തായാലും അയാൾ എല്ലാം നേടി എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തുന്നു. ഇത്രയുമാണ് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കിക്കൽ തിയറി എന്ന് പറയുന്നത്. 5 നീഡ്സ് ആണ് ഉള്ളത്. ആ 5 നീഡ്സ് ഒരു ട്രയാങ്കിളിലാക്കി എഴുതിയാൽ അതിന് ഡയഗ്രമായി. അത് ഞാൻ പറഞ്ഞതുപോലെ വീട്, അതേപോലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ നീഡായി, ഒരു സേവിങ്സ് എന്ന് പറയുന്നത് എന്തായി, സേഫ്റ്റി നീഡായി, ഫാമിലി എന്ന് പറയുന്നത് സോഷ്യൽ നീഡായി, ഒരു സൊസൈറ്റിയിൽ ഒരു വില വേണം, ഒരു ഡിഗ്നിറ്റി വേണം, ഒരു സ്റ്റാറ്റസ് വേണം എന്നുള്ളത് എസ്റ്റീം നീഡായി. ശേഷം അതെല്ലാം നേടിക്കഴിഞ്ഞ് സെൽഫ് ആക്ച്വലൈസേഷൻ എല്ലാം നേടി, ഇനി എനിക്കൊന്നും നേടാനില്ല എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ എന്തെന്ന് പറയുന്നു, സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത്ര ചെയ്തോടുകൂടി നമ്മളെ മക്കളെ 8 മാർക്ക് പല വർഷങ്ങളിൽ പല രീതിയിൽ ഈ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഡയഗ്രാം വരച്ച് വിത്ത് ഡ്രോ മാസ്ലോസ് നീഡ് ഹൈറാർക്കിക്കൽ തിയറി ആൻഡ് എക്സ്പ്ലെയിൻ എന്ന്, എക്സ്പ്ലെയിൻ മാസ്ലോസ് നീഡ് ഹൈറാർക്കിക്കൽ തിയറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പോവാം മോട്ടിവേഷനിൽ അടുത്ത ടോപ്പിക്കായിട്ട്. മോട്ടിവേഷനിൽ അടുത്തൊരു 8 മാർക്കിന് സാധ്യതയുള്ള ഭാഗമാണ് ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ നോൺ ഇൻസെൻറ്റീവ്സ് തന്നെ, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും അതേപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും അല്ലേ. നമുക്കറിയാം എന്താണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് അല്ലേ. പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നു. പണം കൊടുത്താലും കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോകാം. നമുക്ക് പേ ആൻഡ് അലവൻസ് എന്ന് പറയുന്നു. ഫസ്റ്റത്തെ ഇൻസെൻറ്റീവ്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ചെയ്ത ജോലിക്ക് നമ്മൾ ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അതാണ് പേ എന്ന് പറയുന്നത് എന്താണ്, ബേസിക് ശമ്പളം. അന്നേരം ശമ്പളവും ഭത്തകളും നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ ചെറിയ അലവൻസുകൾ തരുന്നു. അതിന് നമുക്ക് എന്ത് പറയാം, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയാം. രണ്ടാമതാണ് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ് എന്ന് പറയും. നമ്മൾ എടുക്കുന്ന എക്സ്ട്രാ പണിക്ക് നമുക്ക് എന്ത് കിട്ടുന്നു, കൂടുതൽ പണം കിട്ടുന്നു. ഓവർ ടൈം പണിക്ക് നമുക്ക് പണം കിട്ടുന്നു. അതും എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആണല്ലേ. നമുക്ക് എന്തായിട്ടാണ് കിട്ടുന്നത്, പണമായിട്ടാണ് കിട്ടുന്നത്. അതിന് നമുക്ക് എന്ത് പറയാം, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബോണസ് എന്ന് പറയുന്നു. നമ്മൾ കൂടുതൽ ഒരു സെയിൽ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടുന്നു, ബോണസ് കിട്ടുന്നു അല്ലേ. അതും നമുക്ക് എന്തായിട്ടാണ് കിട്ടുന്നത്, പണമായിട്ടാണ് കിട്ടുന്നത്. നമ്മളോട് സെയിൽസ് സ്റ്റാഫിനോട് പറയുകയാണ്, നിങ്ങൾ ഇത്ര പ്രൊഡക്റ്റിൻ്റെ മുകളിൽ വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് തരും, ഞങ്ങൾ ബോണസ് തരും എന്ന് പറയുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോണസ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. കമ്പനി ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന സമയത്ത് ആ ലാഭത്തിൻ്റെ ഒരു ചെറിയ വിഹിതം ആർക്ക് തരുന്നു, അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കുന്നു. അതിന് നമുക്ക് എന്തെന്ന് പറയാം, നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ്, ലാഭം പങ്കിടൽ എന്ന് പറയാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, അപ്പോൾ അത് എളുപ്പമാണ് അല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, എളുപ്പമാണെന്നല്ല, നമുക്ക് എന്താണ് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. എന്താ ലാഭം പങ്കിടുക, കമ്പനി ഒരുപാട് ഇപ്പം പെട്ടെന്ന് സ്റ്റാഫിൻ്റെ ഹാർഡ് വർക്കിംഗ് കൊണ്ടാണ് കമ്പനി എന്തായത് ഇത്ര വലിയ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പ്രോഫിറ്റിൻ്റെ ഒരു പങ്ക് ആർക്കും കൂടി കൊടുക്കുന്നു, നമ്മൾ ഈ പറയുന്ന സ്റ്റാഫിന് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. കോ പാർട്ട്ണർഷിപ്പ് ഓർ എ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, കോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, കമ്പനിയുടെ ഷെയർ അവർക്ക് കൊടുക്കുകയാണ്, ചെറിയ പൈസ കൊടുക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്, കമ്പനിയിൽ നമുക്ക് എംപ്ലോയീസിൻ്റെ മോട്ടിവേറ്റ് ആവും അല്ലേ. ഓ, എനിക്കിതൊക്കെ തരുന്നുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കമ്പനി തരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താകും, കൂടുതലായിട്ട് അതിനോട് എന്ത് ചെയ്യാൻ തുടങ്ങും, കമ്പനിയോട് കമ്മിറ്റ്മെൻറ്റ്സ് കാണിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അടുത്തതാണ് റിട്ടയർമെൻറ്റ്, പങ്കാളിത്തം എന്നാണ് കേട്ടോ. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന വിരമിക്കൽ ആനുകൂല്യങ്ങൾ. ഞാൻ ഈ കമ്പനിയിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞാലും എനിക്ക് എന്ത് കിട്ടുന്നു, കുറച്ച് പെൻഷൻ കിട്ടുന്നു. അതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു, വേറെ കുറച്ച് മെഡിക്കൽ അലവൻസുകൾ തരുന്നു. അങ്ങനത്തെയൊക്കെ നമുക്ക് എന്ത് പറയാം, നമുക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനാണ് വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത്. വിരമിച്ച് കഴിഞ്ഞാലും നമുക്ക് എന്ത് തരുന്നു, കുറച്ച് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, നമുക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയാം. ഏറ്റവും അവസാനം എന്ത്, പെർക്വിസിറ്റ്സിലെ പല രീതിയിൽ ചിലപ്പം പറയും, കമ്പനി വകയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കംപ്ലീറ്റ്ലി എന്ന് പറയുന്നതിനാണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് വീട്, നമുക്ക് സ്റ്റേ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം, പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ പെർക്കുകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് കമ്പനി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എളുപ്പമാണ് അല്ലേ. കമ്പനിയോട് ആൾക്കാർക്ക് അല്ലെങ്കിൽ വർക്കേഴ്സിന് കൂടുതൽ ഇഷ്ടമുണ്ടാവാൻ, അവരുടെ മൊത്തം 100% വർക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഈ പറഞ്ഞതുപോലെ തന്നെ കമ്പനിയോട് എംപ്ലോയീസിന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. അതിനാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ഈ വിധത്തിലുള്ള കാര്യങ്ങൾ എന്തോന്ന്, ഫിനാൻഷ്യൽ
ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത്. ഏറ്റവും അവസാനത്തിന് ശേഷം പറയാൻ നമുക്ക് പറയുന്നത് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഇതൊക്കെ നമുക്ക് എളുപ്പമാണ് കൊടുക്കാനില്ല. കുറച്ച് പണം കൊടുത്ത് പണം ചെലവഴിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പറയുന്നത്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ പറയുന്നത്. പക്ഷെ ചില കുറച്ച് കാര്യങ്ങളുണ്ട്, ആൾക്കാർക്ക് പണത്തിനെക്കാട്ടിലും അപ്പുറത്ത് വേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ട്. അതിന് നമുക്ക് അങ്ങനത്തെ മോട്ടിവേഷൻ ആണ് വേണ്ടതെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, നമ്മൾ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നു. ചിലപ്പോൾ ഒരുപാട് പേർക്ക് പണമുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ഇങ്ങനത്തെ ഒരുപാട് ബോണസുകൾ കൊടുക്കാമെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുള്ളിക്കാരൻ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഒരു നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഇത്രയും പോയിന്റ്സ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 4 ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും 4 നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും മാത്രം എഴുതിയാൽ മതി. ഇനി അതല്ല, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് അല്ല, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് മാത്രം 8 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കേട്ടോ മക്കളെ. നമുക്ക് ആ എസ് എ ക്വസ്റ്റ്യൻ ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മിസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് അത് എന്താക്കണം, വാങ്ങിയേ തീരൂ. അടുത്തതാണ് സ്റ്റാറ്റസ്, പദവി എന്ന് പറയുന്നത് അല്ലേ. കമ്പനിയിൽ എന്ത് കൊടുക്കുന്നു, പദവി കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു, സ്റ്റാറ്റസ് അല്ലേ. നമ്മൾ ടോപ്പ് ലെവലിലാണ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പദവിയാണ്, ഒരു സ്റ്റാറ്റസ് ആണ് അല്ലേ. അത് നമുക്ക് പണം കൊടുത്താൽ കിട്ടില്ല, നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടും നമ്മുടെ വർക്കിംഗ് ക്വാളിറ്റി കൊണ്ടും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ. അടുത്തതാണ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അവിടെ വർക്ക് എൻവിറോൺമെന്റ് എന്തായിരിക്കണം, നല്ലതായിരിക്കണം അല്ലേ. എംപ്ലോയീസിന് വർക്ക് ചെയ്യാനുള്ള എൻവിറോൺമെന്റ് അല്ലേ, അവിടെ അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന രീതിയിലല്ല വേണ്ടത്. അവർക്ക് എന്ത് കൊടുക്കണം, ഒരു നല്ല വർക്ക് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, കമ്പനി ഇഷ്ടപ്പെട്ടു തുടങ്ങും. അതും ഒരു മോട്ടിവേഷൻ ആണ് എന്നാണ് പറയുന്നത്. അടുത്തതാണ് കരിയർ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത്. ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് കരിയർ അഡ്വാൻസ്മെന്റ് കിട്ടുക എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് അല്ലേ. അതൊരിക്കലും കുറേ ബോണസ് കൊടുത്താലോ സാലറി കൊടുത്താലോ കിട്ടുന്നതല്ല. ആ കമ്പനിക്കുള്ള ഒരു റെപ്യൂട്ടേഷൻ, ഗുഡ് വില്ല്, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ടുള്ളതാണ്. അതിന് നമുക്ക് എന്ത് പറയാം, കരിയർ അഡ്വാൻസ്മെന്റ്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയാൻ വേണ്ടി പറ്റൂലേ. അടുത്തതാണ് ജോബ് എൻറിച്ച്മെന്റ്, തൊഴിൽ അഭിവൃദ്ധിക്കുള്ള സാധ്യത. ജോബ് എൻറിച്ച്മെന്റ്, കൂടുതൽ പഠിക്കാൻ വേണ്ടി പറ്റുന്നു ജോബ് എൻറിച്ച്മെന്റിൽ അല്ലേ. നമ്മൾ ചെയ്യുന്നൊരു പണിയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി വിഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു എന്നുള്ളതാണ് ജോബ് എൻറിച്ച്മെന്റ്. അടുത്തതാണ് എംപ്ലോയി റെക്കഗ്നീഷൻ, അംഗീകാരം കൊടുക്കുന്നു അല്ലേ. ഇപ്പം ഞാൻ അറിയാം, വെറുതെ ഒരു എക്സാമ്പിൾ, തമാശക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എല്ലാവരും പ്രേമലു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രേമലു സിനിമയിൽ നെസ്ലിന് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്, ഒരു എംപ്ലോയി റെക്കഗ്നീഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ എന്തൊരു ബ്രോസ്റ്റ് ഞാൻ കൂടുതൽ വിറ്റിരുന്ന അതിൻ്റെ തലയിൽ ഒരു കോയിനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എംപ്ലോയി ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എംപ്ലോയി റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. പങ്കാളിത്തം എന്നല്ല, അംഗീകാരം എന്ന് പറയുന്നത്. അടുത്തതാണ് ജോബ് സെക്യൂരിറ്റി അല്ലേ. ജോബ് സെക്യൂരിറ്റി വേണം, എന്താണ്, തൊഴിൽ സുരക്ഷ വേണം അല്ലേ. നമ്മൾ ഏത് നിമിഷം പറഞ്ഞു വിടും എന്ന് പറയുന്ന കമ്പനിയിലാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് പേടിയായിരിക്കും. അപ്പോൾ ഇവിടെ ജോബ് സെക്യൂരിറ്റി എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, ജീവനക്കാരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത്. കമ്പനിയിൽ അവരെയും കൂടി എന്തിന് ഇൻക്ലൂഡ് ചെയ്യണം ഡിസിഷൻ മേക്കിങ്ങിൽ. അവർ വെറും ഒരു മെഷീനെ പോലെ പണിയെടുത്ത് പോകുന്ന ആൾക്കാരാക്കി മാറ്റരുത്. അവർക്ക് കമ്പനിയോട് കമ്മിറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെയും എന്ത് ചെയ്യണം, നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യുന്നതിന് നമുക്ക് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. ലാസ്റ്റ് ഇതാണ് എംപ്ലോയി എംപവർമെന്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എന്തിനും ജീവനക്കാരുടെ ശാസ്ത്രീകരണം എന്ന് പറയുന്നു. അവരെന്ത് ചെയ്യണം, എംപവർ ചെയ്തുകൊണ്ടേയിരിക്കണം, അവർക്ക് ഒരു ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇത്രയാണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈസി ആയിട്ട് മക്കളെ 8 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മോട്ടിവേഷൻ എന്നുള്ള ഭാഗത്ത്. ഒന്നെങ്കിൽ മാസ്ലോനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സിനെ കുറിച്ച് ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയും, സൂപ്പർവിഷൻ എന്ന് പറയുന്നത് അല്ലേ. എന്താണ് സൂപ്പർവിഷൻ, അല്ലെങ്കിൽ ആരാണ് സൂപ്പർവൈസർ എന്നുള്ള ഒരു സിമ്പിൾ ലാസ്റ്റ് ഇയറിൽ 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2024 മാർച്ച് എക്സാമിന്, പബ്ലിക് എക്സാമിന് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താണ് സൂപ്പർവിഷൻ, അതേപോലെ തന്നെ അവരുടെ എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, റോൾസ് എന്നുള്ളതാണ് അല്ലേ. സൂപ്പർവിഷൻ എന്നുള്ള ഓവർസീയിങ് ആക്ടിവിറ്റി. നമുക്കറിയാം സൂപ്പർവൈസർ ആരാന്നല്ലേ. ഒരു പണി നടക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എന്തിനൊരു സൂപ്പർവൈസർ ഉണ്ടാവും. അവിടെ പണികളൊക്കെ കൃത്യമായിട്ടല്ലേ നടക്കുന്നത്, അവിടുത്തെ അപ്ഡേറ്റ്സ് എല്ലാം കമ്പനി പോയിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൂപ്പർവൈസർ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ സൂപ്പർവൈസർ ഇടയ്ക്ക് വന്നൊന്ന് നോക്കി പോകും, രാവിലെ ഒന്ന് നോക്കി പോകും, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് ചിലപ്പോൾ ഒന്നും കൂടി പുള്ളിക്കാരൻ വേറെ 1-2 സൈറ്റ് ഉണ്ടാവും, അങ്ങനെ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്തെന്ന് പറയുന്നു, സൂപ്പർവൈസർ എന്ന് പറയുന്നു. അദ്ദേഹത്തിന് എന്തിനാ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതെന്ത് ചെയ്യുക, വർക്കേഴ്സിൽ നിന്നിട്ട് ഹയർ അതോറിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ള മിഡിൽ മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ആര് പറയുന്നത്, ഈ പറയുന്ന സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അയാൾ നമ്മൾ എന്ത് പറയുന്നു, സൂപ്പർവൈസർ എന്ന്. സൂപ്പർവൈസ് ചെയ്യുന്ന ആളെ സൂപ്പർവൈസർ എന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയാണ് റോള് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഇതാണ് മെയിൻറ്റെയിൻ ദ ഡേ ടു ഡേ കോൺടാക്റ്റിലെ എല്ലാ ദിവസവും വർക്കേഴ്സുമായിട്ടുള്ള കോൺടാക്റ്റും അതേപോലെ തന്നെ ഹയർ അതോറിറ്റിയുള്ള കോൺടാക്ട് ആർക്ക് ഉണ്ടാവും, നമ്മുടെ സൂപ്പർവൈസർക്ക് ഉണ്ടാവും. ആക്ച്വലി ബിറ്റ്വീൻ മാനേജ്മെന്റ് എംപ്ലോയി സെയിം പോയിന്റ് ആണ്. 3 മെയിൻറ്റെയിൻ ഗ്രൂപ്പ് യൂണിറ്റി ആൻഡ് എൻഷുറിംഗ് ദ ഹാർമണി. വർക്കേഴ്സിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആരാണ്, സൂപ്പർവൈസർ ആണ്. അവർ തമ്മിലുള്ള ഹാർമണിക്കും അവർ തമ്മിലുള്ള സന്തോഷത്തിനൊക്കെ കാരണം ആരാണ്, സൂപ്പർവൈസർക്ക്. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ
പ്രശ്നം പരിഹരിക്കുന്നതും ആരായിരിക്കണം? സൂപ്പർവൈസേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ട പണിയും ആർക്കാണ്? ഈ പറഞ്ഞ സൂപ്പർവൈസേഴ്സിനാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെന്താണ്? ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കേണ്ടത് ആരതാണ്? സൂപ്പർവൈസർ ആണ് അല്ലേ? പുതിയൊരാൾ വന്നാൽ അയാൾക്ക് പണി പഠിപ്പിച്ച് കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? സൂപ്പർവൈസർക്കാണെന്ന് മനസ്സിലാക്കുക. ഇൻഫ്ലുവൻസ് എഫക്റ്റീവ് സൂപ്പർവിഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒക്കെ റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. ഒന്ന് ആലോചിക്കുക, സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ആരാണ്? വർക്കേഴ്സിന്റെ ഒപ്പരവും അതേപോലെ തന്നെ ഹയർ അതോറിറ്റിന്റെ ഒപ്പരവും രണ്ടിന്റെ ലിങ്ക് ആണ്. അതിൽ കൂടുതലും ആരൊപ്പരാണ് നിൽക്കുന്നത്? വർക്കേഴ്സിന്റെ ഒപ്പരാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും ആര് ഡീൽ ചെയ്യുന്നത്? നമ്മുടെ സൂപ്പർവൈസർ ഡീൽ ചെയ്യുന്നത് മനസ്സിലാക്കുക. പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് അല്ലേ? ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അല്ലേ? ആർക്ക് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക? എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ഹയർ അതോറിറ്റിക്കും കൊടുക്കുക. ഹയർ അതോറിറ്റിക്കുള്ള ഫീഡ്ബാക്ക് വർക്കേഴ്സിനും കൊടുക്കുന്നതിന് ഫീഡ്ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ആരാണ്? സൂപ്പർവൈസറാണ് മക്കളെ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 3 ടോപ്പിക്സ് കേട്ടോ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? 3 ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് എന്താ പഠിച്ചത്? മാസ്ലോന്റെ നീഡ് ഹയറാർക്കിക്കൽ തിയറി പഠിച്ചു. അതേപോലെ തന്നെ മോട്ടിവേഷന്റെ ഇൻസെന്റീവ് പഠിച്ചു, സൂപ്പർവൈസർ പഠിച്ചു. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്റർ നമുക്ക് ഇനി പേടിക്കാനില്ല മക്കളെ. നമുക്ക് 8 മാർക്ക് 6 മാർക്ക് ഒക്കെ നമ്മുടെ പോക്കറ്റിൽ സേഫ് ആണ്. ഓക്കെ, ബൈ. വെരി ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാമിനേഷൻസ്.